കുഞ്ഞാവേ പാവുണ്ടോ? നീറുണ്ടോ? മറ്റോളന്നല്ലത് അല്ലാതെ ഒരു ആക്ഷൻ കാണിക്കുന്നില്ല. അല്ല അതിന് എരിയുണ്ടെന്നൊന്നും പറയണില്ല. പെട്ടെന്ന് എന്നാലും ചെറിയ ബ്ലഡ് ഇങ്ങനെ വരുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ അടങ്ങി ഇരുന്ന് കൊടുക്കും അല്ലേ? അലർജിന്റെ രക്തത്തിലെ പുറത്തേക്ക് തള്ളേണ്ടത് അതിനെന്ത് കാര്യമായിട്ട് കാണിക്കണേ. കഷായം അങ്ങനെ ഹോമിയോ കാണിച്ചാലും മതി. കുഞ്ഞാവ് അടൂര് പോവാണ്. അച്ഛ അവിടെ ഇരിക്കണു. അച്ഛണ്ടെങ്കിലേ കുട്ടി പോകുള്ളൂ ഇത്ര അടൂര്. കുഞ്ഞാവേന്റെ ഉടുപ്പില്ലാത്തോണ്ടപ്പ കാണിക്കാത്തപ്പ കാണിക്കാം. കുഞ്ഞാവേ പോവുക. കുഞ്ഞാവേ പോണ്ടോ? കുഞ്ഞാവേ പോണ്ടോ? കുഞ്ഞാവേ പോവുക. വല്യച്ഛനോ? ടാറ്റ പോവാ. പോണോ? ഞാൻ ഇവിടെ നിക്ക് ജീൻസ് പാൻറ് ഇട്ടിട്ട്. ആ കുഞ്ഞാവേ ആ അമ്മു തശ്ശിയുടെ ചെണ്ടുമല്ലി മാത്രല്ലേ കണ്ടിട്ടുള്ളൂ. അതെ, ഇനി കുറച്ച് പച്ചക്കറി കാണാം. ഈ മഴ കാരണമാണ്. അല്ലെങ്കിൽ ഓണവിപണിയാ? ഓണവിപണി ഓണവിപണി വെച്ചിട്ടൊന്നുമല്ല. മുത്തശ്ശിക്ക് ദിവസം പച്ചക്കറിയല്ലേ ഉപയോഗിക്കുക. അപ്പൊ വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും കുഴിച്ചിടും. അപ്പൊ ചിലപ്പോ നല്ല നന്നായി ഉണ്ടാവും. അതിനതാ ചെരുപ്പില്ലാതായിട്ടോ നടത്തന്നെ. എന്ത് നട്ട് കഴിഞ്ഞാലും എല്ലാം ഉണ്ടാവും കേട്ടോ. അതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പക്ഷെ നട്ട അങ്ങനെ എന്റെ അതേ കൈപ്പുണ്യാണ് കിട്ടിയത് മുത്തശ്ശി. ഏതാ അമ്മ ആളറിയാം. മുത്തശ്ശീനെ
സോപ്പിട്ട് പിടിക്കുകയാണേ. അല്ലേ ഇന്നതേ കൈപ്പുണ്യാണേ. അതെ 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 അതെ. പട്ടി വന്നു. ഇതിപ്പോ കുമ്പളങ്ങയുടെ വള്ളി ഞാൻ മത്തന്റെ വെച്ചിട്ട് ഞാൻ കേറട്ടെ എന്നാ മേലേക്ക്. അതാ അവിടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ? ഞാൻ സൂം ചെയ്യാം. ഒന്നാമത് ഈ മഴ കാരണം അല്ലെങ്കിൽ 5-8 ഉണ്ടാവേണ്ടത് ഈ സമയത്ത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവും വിചാരിക്കുന്നു. അതെ, മുത്തശ്ശി ജാക്കി ജാനെ പോലെ ഇതിന്റെ മേലേക്കായിട്ട് ചാടും, എന്നിട്ട് അത് പറിക്കും. ഇതിന്റെ മേലെ കയറിയാലേ കാണാൻ പറ്റും അമ്മയ്ക്ക്. കാണണമെങ്കിൽ കാണണ്ടോ? അല്ല വേറെ 2 ഉണ്ട് അപ്പുറത്ത്. അത് മേലെ കണ്ടാൽ കയറിയാലേ കാണാൻ പറ്റുള്ളൂ. ഇതാ പട്ടിതാ. പയറാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒക്കെ മഴ കാരണം അല്ലെങ്കിൽ അവരാലെ നല്ലോണം ഉണ്ടാവില്ല. ഇനി മഴ പോട്ടെ എന്നിട്ട് നമുക്ക് കുഴിച്ചിടാട്ടോ. അപ്പൊ ഞാനല്ലേ കൂടുതലുള്ളൂ. എന്താ മുത്തശ്ശി? ചെറിയ രീതിയിൽ നമ്മള് മാത്രം ഉണ്ടാകുമ്പോ അവിയലൊക്കെ വെക്കണെങ്കിലൊക്കെ ഈ ഒരു 5-8 പയറ് മതി. അതെ, മാളു എന്താ മാളു പറഞ്ഞു? അതെ വെണ്ടയ്ക്ക പൊട്ടിക്കാനുണ്ട്. ജോലി തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. ആയിക്കോട്ടെ മുത്തശ്ശി, ഓണം പ്രമാണിച്ചുള്ള ജോലി ഇനി ശരിക്കും തന്നെ നിക്കുക. 8 മണിക്ക് കിടന്ന് ഉറങ്ങണം. അതെ, അല്ല നാളെ തൊട്ടില്ലല്ലോ. ഇപ്പൊ ഇന്ന് നമുക്ക് കുഞ്ഞാവ പോയൊരു ദിവസമാണ്. കുഞ്ഞാവയും മാളും അമ്മായിയും അമ്മാവനും ഒക്കെ പോയിട്ടുണ്ട്. പോയി. ഞാൻ പറഞ്ഞില്ല അവിടെ കുടിയിരിക്കലുണ്ട്. പക്ഷെ കുടിയിരിക്കലിന് എന്തായാലും അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. എന്നാലും അവിടെ പോയി കാണുകയൊക്കെ ചെയ്യാലോ സ്ഥലമൊക്കെ. അതെ, പിന്നെ നാളെ ആണെങ്കിൽ അവരെല്ലാരും ഒത്തുകൂടുമായിരിക്കും. തിരുവോണ ദിവസമാണല്ലോ. നമുക്ക് പനിയൊക്കെ മാറി വയ്യായൊക്കെ ശരിക്കും മാറണേ ഉള്ളൂ. പിന്നെ തിരുവോണം ഉത്രാടല്ലേന്ന് വെച്ചിട്ട് അയിമ ആ ഒരു വീര്യത്തിൽ ഇങ്ങോട്ട് നമ്മള് ഇറങ്ങി തിരിക്കുകയാണ്. സത്യം. പിന്നെ മാളു മലയ്ക്ക് പോണുണ്ട് അല്ലേ? മാളു ശബരിമല പോയിട്ടാണ് കേട്ടോ വരിക. ഇനി വരുമ്പോ അന്ന് പോണെന്ന് വിചാരിച്ചായിരുന്നല്ലോ ശബരിമലക്കാലത്ത്. അതെ, പക്ഷെ പോവാൻ പറ്റിയില്ല. അമ്മതാ എന്താ കുടിക്കണ ചോദിക്കൂ നിങ്ങൾ ചോദിക്കൂ. ഞാൻ പായസം കുടിക്കട്ടെ. അമ്മ പായസം കുടിക്കുകയാണ്. ചുമയൊക്കെ ഉണ്ട്. അല്ല ചുമയല്ല, ചുമ എനിക്കില്ല. ചുമ അമ്മൂനാ ഉള്ളത്. ഒരു 2 മിനിറ്റ് അല്ല, ഒരു 1 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും ചുമ വരികയാണ്. ഇതെന്താ തുറന്ന പോലെ ആൾക്കാർ വിചാരിക്കും കാണുമ്പോ. ഇത് അമ്മയുടെ പഴയ ഒരു നൈറ്റിയാണ് കേട്ടോ. അപ്പൊ ഞാൻ സുഖമായിട്ട് ഇടാൻ വേണ്ടിട്ട് എടുത്താ. ഞാൻ കുറച്ച് പായസം കുടിക്കാൻ വേണ്ടി എടുത്തതാട്ടോ. ഇത് നമ്മള് പാലട മിക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയത് ബോധിനി. നല്ല ടേസ്റ്റ് ആണ് അത്. അതെ, ഉച്ചക്ക് അങ്ങനെ ലേശം കഴിച്ചേ ഉള്ളൂ. കുട്ടുവിന്റെയും മുത്തശ്ശിയുടെയും ഡാൻസ് ഷൂട്ടൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇൻസ്റ്റയില് ഡാൻസ് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്തവര് കണ്ടോ കേട്ടോ. മുത്തശ്ശിന്റെയും കുട്ടുവിന്റെയും മറ്റേ മഞ്ജു വാര്യരുടെ പുതിയ ഡാൻസ് കളിക്കുന്നുണ്ട് അവര്. അതിന്റെ വീഡിയോ ഇപ്പൊ ഇന്നിടും. പിന്നെ ഇപ്പൊ എന്തൊക്കെയാ നിങ്ങളുടെ ഉത്രാടം ഏതുവരെയായി? നമ്മള് നാളെ അല്ല കുഞ്ഞാവ് പോയപ്പോ ഞാൻ കരഞ്ഞു. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറ്റേ ചാനലിൽ ഉണ്ടാവും കേട്ടോ, മുത്തശ്ശിയുടെ ചാനലില്. എന്താ അറിയോ, അല്ല മുത്തശ്ശിയുടെ അല്ലല്ലോ, ഇതിലെന്നെ ഇതിലാണ്. കുഞ്ഞാവ് എപ്പോഴും ഇവിടെ തന്നെയല്ലേ. ഇത് പോണ സ്റ്റേ അല്ല. മാള് പിന്നെയും ചെലപ്പോ കുറച്ച് കഴിഞ്ഞ ഒന്ന് അവിടെ പോകും. കുഞ്ഞാവ് ഇവിടെ ആക്കി കഴിഞ്ഞ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ. അപ്പൊ പോയപ്പോ ഒരു ഭയങ്കര ഒരു സങ്കടമായി. അച്ചോള് വരുന്നോ, അമ്മുച്ചിട്ട് വരുന്നോ, എല്ലാരെയും കൊണ്ടുപോവാ. അതെ അതെ, എങ്ങടോ എന്തോ പോവാന്ന് വിചാരിച്ചിട്ടേ. ഇനിയിപ്പോ എന്തായാലും ഒരു 5-6 ദിവസം കഴിഞ്ഞേ വരും. ഇനിയിപ്പോ എന്തായാലും സ്കൂള് തുറക്കാൻ ഇതിപ്പോ നാളെ ഞായറാഴ്ചയായി. അടുത്ത ഞായർ വരെ നിക്കാം അവർക്ക് അവിടെ. 6-7 ദിവസം നിക്കാം. പിന്നെ ഒരു വെക്കേഷൻ ഒക്കെ ആകുമ്പോഴല്ലേ പോവുള്ളൂ. ദൂരല്ലേ. മറ്റേ സിന്ധു ചേച്ചി കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മു കുഞ്ഞാവ് പോയോ അടൂർക്ക് പോയോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിട്ടില്ല. ചുമ ഭയങ്കരാണ്. പിന്നെ അപ്പൊ സിന്ധു ചേച്ചി കുഞ്ഞാവ് എന്നാണ് കേട്ടോ പോയത്. ഇന്നലെ പോകുന്ന പറഞ്ഞായിരുന്നു. ഒരു ദിവസം നമ്മളോടൊക്കെ വരാൻ പറഞ്ഞു. അതെ അതെ, അടൂര് പോകുമ്പോ ഒരു ദിവസം എന്തായാലും പോണം. മുത്തശ്ശി ഡ്രസ്സൊക്കെ മാറ്റി, മറ്റേ ബ്ലൗസ് ഒക്കെ മാറ്റി പിങ്ക് ബ്ലൗസ് ഇട്ടു. അതെ. പിന്നെ നിങ്ങൾ അവിടെ ക്ലബ്ബ് അങ്ങനത്തെ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞോ? അവിടെ നമ്മളിവിടെ എപ്പോഴും മാവേലി വരിക. ഇന്നലെയാണ് ശരിക്കും. ഇന്ന വരിക. അയ്യോ പക്ഷെ കുഞ്ഞാവ് കണ്ടിട്ടുണ്ടാവില്ല.
ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാ വരിക കൊട്ട് കേട്ടപ്പോ ഇന്നലെ കൊട്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് അവിടുന്ന് ലൈറ്റ് എടുത്തിട്ട് ഇവിടെ ഇടാൻ പറ, ഈ സ്റ്റാർ തൂക്കി അവിടെ. നമ്മൾക്ക് വീഡിയോ എടുക്കും ചെയ്യാം, എല്ലാരും കാണിക്കാലോ. അതെ അതെ. മാവേലി വരുമ്പോ മുത്തശ്ശി കുറച്ചങ്ങോട്ട് ഇറങ്ങി പോയിക്കോളൂ കേട്ടോ. തവണ കഴിഞ്ഞാലും മുത്തശ്ശി തൂണിന്റെ അവിടെ മറിഞ്ഞിരിക്കായിരുന്നു. അവിടെ ഞാൻ കൊടുത്തൂലോ, ദർശനം കൊടുത്തൂലോ. ആ അതെ, അല്ല വീഡിയോ എടുക്കുമ്പോഴേ മറിഞ്ഞു നിക്കായിരുന്നു അറിയാം. അപ്പൊ നീ മണ്ണുണ്ടാക്കണ്ടേ ഇപ്പൊ? ആ എന്തിനാ പിന്നെ വിളിച്ചത്? വിളിച്ചത് കഷ്ണം നോക്കാൻ നാളത്തേക്കുള്ളതിന് കാണിക്കാൻ. അത് രാത്രി കുറച്ച്